നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡോർബെല്ലാണ്. ഇത് വയർലെസ് ഡോർബെല്ലാണ്. മറ്റുള്ളതിന് മാതിരി വയർ ചെയ്യൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളവിടെ കൊണ്ട്. ഇത് ബാറ്ററിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്ലഗ് ചെയ്യുന്ന മോഡലും ഉണ്ട് ഇവർക്ക് തന്നെ. ഇത് പ്ലഗ് ചെയ്യുന്ന മോഡലല്ല. പ്ലഗ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇന്റേണൽ യൂണിറ്റ് നമ്മളൊരു പ്ലഗിൽ പവർ ഓൺ ആക്കി വെക്കണം. അപ്പോൾ കറണ്ട് പോവൊക്കെ ചെയ്താൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. എപ്പോഴും ഇൻവേർട്ടർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിൽ ഒരു പ്ലഗോ ഒന്നും ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ട്രാൻസ്മിറ്റർ ബെല്ല് സ്വിച്ച് ഭാഗം നമുക്ക് ഗേറ്റിൻ്റെ അവിടെയോ നമ്മുടെ സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും ബാറ്ററിയിലാണ്, രണ്ട് യൂണിറ്റും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് കറണ്ടിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണാം. ഇത് വളരെ ചെറിയൊരു യൂണിറ്റാണ്. ഇതിന് 1 year വാറണ്ടി ഉണ്ട്. സ്പ്രോമോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്, ചൈനീസാണിത്. അപ്പോൾ അതിൻ്റെ വാറണ്ടി കാർഡും ഇപ്പോൾ അതിൻ്റെ ഒരു കാറ്റലോഗ്, ചെറിയൊരു കാറ്റലോഗ് ഉണ്ട് ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഇതാണ് ഇൻഡോർ യൂണിറ്റ് വരുന്നത്. ഇത് വളരെ ചെറിയൊരു യൂണിറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ട്രാൻസ്മിറ്റർ, ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഇത് പുറമേ നമ്മൾ ഇഷ്ടമുള്ളിടത്ത് എവിടെ ബെല്ല് വെക്കേണ്ട അവിടെ ഔട്ട്ഡോർ ഇത് വെക്കുന്നു. ഇത് വാട്ടർ പ്രൂഫ് ഡസ്റ്റ് പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. അത് വെക്കാം. ഇത് അകത്ത് ഇൻഡോർ റിസീവർ ഉള്ളിൽ, ഇതിലാണ് ബെല്ലടിക്കുക. ഇതിൽ ഈ ബട്ടൺ അമർത്തുമ്പോൾ നമുക്കിപ്പോൾ കേൾക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള 38 സോങ്സ് ഉണ്ട്. ഇതിൽ സെലക്ട് ചെയ്യാവുന്ന സോങ്സ്. അപ്പോൾ വോളിയം ഒരു മീഡിയം ആവറേജ് വോളിയേ ഉള്ളൂ, ഒരുപാട് വോളിയം ഒന്നും ഇല്ല. നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കേൾക്കാനൊക്കെ വിഷമം തന്നെയാണ്. ചെറിയ യൂണിറ്റ് വോളിയം ഒരു മീഡിയം വോളിയം തന്നെ നമുക്ക് നല്ല അത്യാവശ്യ കാര്യത്തിന് ഉപയോഗിക്കാം. വയർലെസ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഹാൻഡിയാണ് ഉപയോഗിക്കാൻ. വയർ ചെയ്യാം. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് പുറമെ കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഇത് നമുക്ക് വളരെ ഈസിയാണ്. നമുക്കത് ഇതൊക്കെ ഡബിൾ സൈഡ് ടേപ്പാണ് ഇവർ ഫിക്സ് ചെയ്യാനായിട്ട് തരുന്നത്. റിസീവറിൻ്റെ അവിടെ മാഗ്നറ്റിക് ആണ്. നമുക്ക് ഇത് USB റീചാർജബിൾ ആണ്. ടൈപ്പ് സി നമ്മുടെ സാധാരണ മൊബൈൽ ടൈപ്പ് സി ടൈപ്പ് മൊബൈലാണെങ്കിൽ ഈ കേബിളിൻ്റെ ആവശ്യമില്ല, നേരിട്ട് വെച്ച് നമുക്ക് ഇത് ചാർജ് ചെയ്യാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഒരു 3 മാസം തൊട്ട് 6 മാസം വരെ ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്നതാണ് ഇവർ പറയുന്നത്. അതേപോലെ ഇതിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്, അത് 1-2 വർഷം വരെയൊക്കെ ഈട് നിൽക്കുന്ന ടൈപ്പ്, ഈ കാറിൻ്റെയൊക്കെ റിമോട്ടിലൊക്കെ വരുന്ന ടൈപ്പ് ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഇത് റീചാർജബിൾ ആണ്. ഇത് റീചാർജബിൾ അല്ല, ഇത് റീപ്ലേസ് ചെയ്യാണ്. പക്ഷേ ഇത് അത്ര പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ല. 23A എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബാറ്ററിയാണ്. കാറിൻ്റെ റിമോട്ടുകളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. ആ ടൈപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിന് നമ്മൾ ഡബിൾ ടൈപ്പ് തന്നെയാണ് ഇതിലും. ഇങ്ങനെ ടൈപ്പ് വെച്ച് എവിടെ ഭിത്തിയിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് ഇത് അതിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. അതിൽ സ്ക്രൂ ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സ്ക്രൂവിങ് ഇല്ലെങ്കിൽ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ടൈപ്പ് ആയതുകൊണ്ട് വല്ല കുട്ടികളൊക്കെ പറിച്ചെടുത്തു പോയാൽ നമ്മുടെ സാധനം പോയി, പിന്നെ അത് വർക്ക് ചെയ്യില്ല. നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ ഇതിലാണ് വരുന്നത്. ഇവിടെ പിന്നെ അകത്ത് വെക്കുന്ന പിന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. മാഗ്നറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് എടുത്ത് ചാർജ് ചെയ്യാൻ വേണ്ട സൗകര്യത്തിനാണ് അവർ മാഗ്നറ്റിക് ഇത്. അപ്പോൾ ഇതിൻ്റെ റിസീവറിൽ ഇത് ഒട്ടിച്ച് വെക്കുന്നു. അതേപോലെ ഇത് ഭിത്തിയിലും എവിടെയെങ്കിലും മരത്തിന് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഒട്ടിക്കാവൂ. നേരിട്ട് ഇരുമ്പിൻ്റെ ഡോറിലൊന്നും ഒട്ടിക്കരുത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ട്രാൻസ്മിഷൻ റേഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഈ സ്വിച്ച് ആയാലും നമ്മൾ ഈ നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഭിത്തികളിലൊക്കെ ഉറപ്പിക്കുക. സിമെന്റിലോ മരം തടി ഇങ്ങനെയുള്ളിടത്തൊക്കെ ഒട്ടിക്കുക. ഇരുമ്പിന്റെ ഡോറിലൊന്നും ഒട്ടിക്കരുത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അതിന്റെ റേഞ്ച് നല്ലപോലെ കുറയുന്നതാണ്. ഇപ്പോഴും ഇവർ ഇതിനൊരു 300 മീറ്ററൊക്കെ റേഞ്ച് പറയുന്നുണ്ട്, 1000 അടിയൊക്കെ. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 50 മീറ്റർ കൂടുതലൊന്നും ഇത് കിട്ടുന്നത് കാണാനില്ല. എന്നാൽ വീടുകളിലേക്ക് അത് മതിയാവും. നമുക്ക് ഗേറ്റിൻ്റെ അവിടേക്കൊക്കെ സാധാരണഗതിയിലൊക്കെ അത്രയും ദൂരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓപ്പൺ റേഞ്ചിൽ 3 മീറ്റർ എന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം ഓപ്പണിൽ തന്നെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു 50 മീറ്റർ കൂടുതലൊന്നും ഇത് കിട്ടുന്നത് കാണാനില്ല. ഇപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഈ ട്രാൻസ്മിറ്റർ, ഈ ബട്ടൺ ഉള്ളത് തുറക്കണമെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് പ്രസ്സിങ് മാത്രമേ ഉള്ളൂ. ഇതിന് സ്ക്രൂവോ മറ്റൊന്നുമില്ല. നമുക്കിങ്ങനെ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് വേറെ. അപ്പോൾ ഇതാണ് 123A എന്ന് പറയുന്ന ബാറ്ററിയാണ്. 12 വോൾട്ട് ബാറ്ററിയാണ് ഇത്. ഈസി ആയിട്ട് എടുത്ത് മാറ്റാം. ഇത് ഏകദേശം 2 വർഷമൊക്കെ ലൈഫ് കിട്ടുന്നവർ പറയുന്നുണ്ട്. ഏകദേശം സാധ്യതയുണ്ട്. വണ്ടികളുടെ റിമോട്ടിലൊക്കെ പെട്ടെന്നൊന്നും ഇത് ഈ ടൈപ്പ് ബാറ്ററി ചാർജ് പോകാറില്ല. അപ്പോൾ ഇത് റീചാർജബിൾ അല്ല. 23A എന്ന് പറയുന്ന 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി മാറ്റുമ്പോൾ നമ്മൾ ഇതിൻ്റെ പൊളാരിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. അത്
പ്ലസ് മൈനസ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്ത് പ്ലസ് എന്ന് മാർക്ക് ചെയ്യുന്നത്, അത് സ്പ്രിങ് ഇല്ലാത്ത ഭാഗത്ത്. ഈ സ്പ്രിങ് മൈനസ് ആണ്, നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ അവിടെ മൈനസിൽ ഈ സ്പ്രിങ്ങും സാധാരണ റിമോട്ടിലൊക്കെ വരുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്താൽ ബെല്ല് അടിക്കുന്നതാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ഇതിനകത്ത് ഇളകാതെ ഇരുന്ന പൊസിഷനിൽ കറക്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ ആ സൈഡ് തന്നെ ഇങ്ങോട്ട് വരുന്ന രീതി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അത്രയേ ഇതിനാവശ്യമുള്ളൂ. ബാറ്ററി മാറ്റാൻ ഈസിയാണിത്. അതേപോലെ ഇവിടെ റിസീവറിലാവുമ്പോൾ ഇതിൽ 2 സ്ക്രൂ ഉണ്ട് പുറകിൽ. ഇത് പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ അഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് റീചാർജ് ചെയ്യുന്ന ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിത് നോർമൽ കേസിൽ ഇത് തുറക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ തുറന്ന് ഉള്ളിൽ കാണാൻ വേണ്ടി മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോർമൽ കേസിൽ ഓപ്പൺ ചെയ്യേണ്ട സാധനമല്ല, ആവശ്യമില്ല, വരുന്നില്ല. മറ്റേത് മാത്രം ഇടയ്ക്ക് ബാറ്ററി മാറ്റാൻ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് 2 സ്ക്രൂ എടുത്താൽ നമുക്ക് തുറക്കാവുന്ന ഇത്ര ഇതിൽ വരുന്നുള്ളൂ. ഇത് 1000 mAh ബാറ്ററിയാണിത്. അതുപോലെ ഇതിൻ്റെ സ്പീക്കറും ചെറിയ ബോർഡും ഇത്ര ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് തുറന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ തന്നെ അടയ്ക്കാം. ഇപ്പോൾ ഇവിടെ 3 ബട്ടണുകൾ വരുന്നുണ്ട്. ഒന്ന് വോളിയം കൺട്രോളാണ്, ഒന്ന് മ്യൂസിക് സെലക്ട് ചെയ്യാനാണ്, പിന്നെ ഒരു പവർ ഓൺ ഓഫ്. അപ്പോൾ ഈ ബട്ടൺ ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ പിന്നീട് ആ മ്യൂസിക് മാത്രമാണ് വരിക. അതുപോലെ ഇത് 2ാമത്തെ ബട്ടനാണ്, ഇതിൻ്റെ വോളിയം ബട്ടൺ. അത് ഓരോ പ്രാവശ്യം അമർത്തുമ്പോൾ വോളിയം കുറഞ്ഞ് 4ൽ നിന്ന് 3, 2, 1, പിന്നെ മ്യൂട്ട് വരും. അടുത്ത വീണ്ടും 4 ഓരോ പ്രാവശ്യം അമർത്തുമ്പോൾ. ഇപ്പോൾ വോളിയം കുറഞ്ഞ് ഇപ്പോൾ മ്യൂട്ടായി. അപ്പോൾ ഇവിടെ ലൈറ്റ് മാത്രം കരുതും, നമുക്ക് സൗണ്ട് വേണ്ട, നമുക്ക് കണ്ടാൽ മതി. ആരെങ്കിലും അമർത്തും ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നോയ്സ് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വെക്കാനാണ് ഈ മ്യൂട്ട് ബട്ടൺ വരുന്നത്. പിന്നെ വീണ്ടും അമർത്തുമ്പോൾ അത് ഫുൾ വോളിയത്തിലേക്ക് വരും. അടുത്ത് ഇത് ഈ ഏറ്റവും താഴെയുള്ളതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. കുറച്ച് നേരം ഒരു 3 സെക്കൻഡ് അമർത്തി ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ഓഫ് ആവും, വീണ്ടും ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ഓൺ ആവും. അത് ഓൺ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് 3 ബട്ടൺ വരുന്നത്. അതുപോലെ മ്യൂസിക് പെയർ ചെയ്യാനായിട്ട് നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാനും ഈ സെലക്ഷൻ ബട്ടണും ഈ വോളിയം ബട്ടണും രണ്ടും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഈ പാട്ടാണ് ഇതിൽ വരേണ്ടതെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ബട്ടണും ഒരു 3 സെക്കൻഡ് അമർത്തി പിടിക്കുകയാണ്, ഹോൾഡ് ചെയ്യണം ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യേണ്ട. ആ സമയത്ത് നമ്മൾ ഇതിലത്തെ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇപ്പോൾ അത് ആ സോങ് ഇതിൽ സെലക്ട് ആയി. അപ്പോൾ ഇനി ഈ ബട്ടൺ അമർത്തി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത പാട്ടാണ് വരിക. അങ്ങനെയാണ് ഇതിൻ്റെ പാട്ട് സെലക്ട് ചെയ്യുക. എത്ര പ്രാവശ്യം അമർത്തിയാലും ഈ സോങ് വരും. ഇനിയിപ്പോൾ ഇത് വേണ്ട, വേറെ ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യണോ. ഈ പാട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ 2 ബട്ടൺ അമർത്തി പിടിക്കണോ. അപ്പോൾ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ സൗണ്ട് വന്നു, അപ്പോൾ ഇത് സെലക്ട് ആയെന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ഇത് അമർത്തുമ്പോൾ പുതിയ പാട്ടാണ് വരിക. അങ്ങനെയാണ് ഇതിൽ പാട്ട് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും ഇതിൽ ഫംഗ്ഷനുകൾ വരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം യൂസ്ഫുൾ ആണ് ഇത്. നമുക്ക് വയർ ചെയ്യേണ്ട ഒരു സൗകര്യം ഒഴിവാക്കാൻ പറ്റും. വയറിങ് ദൂരത്തേക്ക് ആണെങ്കിൽ, ഇപ്പോൾ പുറത്തുകൂടെയൊക്കെ ആണെങ്കിൽ മുറ്റത്തൊക്കെ വയർ ചെയ്ത് എടുക്കാനും, ഇപ്പോൾ മുകളിലത്തെ നിലയിലുള്ളവർ വിളിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എപ്പോൾ വേണമെങ്കിലും കൊണ്ട് ഈസി ആയിട്ട് കൊണ്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് പോർട്ടബിൾ ആണിത്. ഒരു ഭാഗത്ത് തന്നെ ഇപ്പോൾ പ്ലഗോ വയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല, വെച്ച് ഇവിടെ തന്നെ വയ്ക്കണം. ഇതിപ്പോൾ നമ്മുടെ പോർട്ടബിൾ യൂസിന് വളരെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്നു. നമുക്ക് രണ്ടും സ്റ്റിക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. പക്ഷേ ഇത് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ മറ്റാരെങ്കിലും എടുത്തിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പറിച്ചിട്ട് പോയാൽ പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ തന്നെയായിട്ട് കിട്ടുമായിരിക്കും കമ്പനിയിൽ നിന്ന്. ഒരു കമ്പനി വാറണ്ടി ഒക്കെ തരുന്ന പ്രൊഡക്റ്റ് ആണ്.
ഇതാണ് ഈ ബെല്ലിനെ കുറിച്ച്. ഇതിൻ്റെ ഏകദേശം വില 850 രൂപ ആണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 850 രൂപയാണ് വിലയുണ്ട്. ചെറിയ ഡിസ്കൗണ്ടും പല സമയങ്ങളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. ഈ ചെറിയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.